പദ്ധതിയുണ്ട്. അതാണ് നാം തിരിച്ചറിയേണ്ടത്. ദൈവത്തിൻ്റെ പ്ലാനിനും പദ്ധതിക്കും വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറഞ്ഞത്, ദൈവം നമ്മളെ വെള്ളത്തിൽ ഇടുന്നത് നമ്മളെ മുക്കിക്കൊല്ലാനല്ല, മറിച്ച് കഴുകി ശുദ്ധിയാക്കി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ, കർത്താവേ, നീ എന്നെ ശുദ്ധീകരിക്കണമേ. പ്രതിസന്ധി ഘട്ടങ്ങളിലും നോ എന്നുള്ള ഉത്തരം വരുമ്പോഴും ദൈവത്തിന് അതിൽ പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് ഒരു ദൈവഭക്തന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പറയും, എന്തുകൊണ്ട് സംഭവിച്ചു, തിന്മയായത് എന്തുകൊണ്ട് സംഭവിച്ചു. അപ്പോഴും കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനും പറയും, ഇതും ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്, ഇതും കർത്താവിൻ്റെ പദ്ധതി തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും തിന്മ തരുന്നതും കർത്താവാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇയ്യോബ് പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ഭാര്യ പറയുന്നു, ദൈവത്തെ തള്ളിക്കളഞ്ഞ് നീ ഉപേക്ഷിച്ച് കള. എന്നിട്ട് ഇയ്യോബ് പറയുകയാണ്, നന്മ മാത്രമല്ല തിന്മയും നമുക്ക് ദൈവത്തിൽ നിന്നുകൊണ്ട് പ്രതീക്ഷിച്ചുകൂടാ. അതെ, നന്മ തരുന്ന ദൈവം തിന്മയും തരും, അതിനകത്തും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുമ്പം ജീവിതം അനുഗ്രഹിക്കപ്പെടും.